സിനിമാ കോൺക്ലേവ് ആ ചടങ്ങിൽ മോഹൻലാൽ സംസാരിക്കുകയാണ്. തത്സമയം വ്യവസായത്തിലൂടെ വളർന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരങ്ങളുടെയും നവീകരണങ്ങളുടെയും കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ടാവാം. അവ കൂട്ടായ ചർച്ചകളിലൂടെ തിരുത്താനും പരിഹരിക്കാനാവുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ നീതി എന്നീ മേഖലകളിലെല്ലാം കേരളം മറ്റ് സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ്. സംസ്ഥാന ചലച്ചിത്ര നയ രൂപീകരണത്തിലൂടെ കൾച്ചറൽ ഗവേണൻസിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചലച്ചിത്ര നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഇന്നിവിടെ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും ക്രിയാത്മകവും കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയ രൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. നല്ല സിനിമ, നല്ല നാളെ ജനാധിപത്യത്തിലൂന്നി പങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്ന കേരള ചലച്ചിത്ര നയ രൂപീകരണ കോൺക്ലേവിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നതിനോടൊപ്പം ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത കേരള സർക്കാരിനോടും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ജയ് ഹിന്ദ്. കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. അദ്ദേഹം പറഞ്ഞത് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ ഈ കോൺക്ലേവിലൂടെ എന്ന് പറയുകയാണ്. ഇതിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. His presence at this inauguration means a lot for the Sule Conclave, which is a new beginning for our industry. Thank you. 1983 പത്മരാജന്റെ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ ഇടം നേടിയ ശ്രീമതി സുഹാസിനി മണിരത്നം ഇന്ന് ഈ വേദിയിൽ ഒരു മഹനീയ സാന്നിധ്യമായി നമ്മളോടൊപ്പമുണ്ട്. 4 പതിറ്റാണ്ട് കാലമായി ദക്ഷിണേന്ത്യയിലെ 4 ഭാഷകളിൽ നിറഞ്ഞാടുന്ന ഒരു പെർഫോമറാണ്, ഒരു നടിയാണ് ശ്രീമതി സുഹാസിനി. അതുപോലെ 1999 കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൺ റിഗാർഡ് എന്ന ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട വാനപ്രസ്ഥം എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജിയൻ കരുൺ സാറിന്റെ ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ്. സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു ശ്രീമതി സുഹാസിനി മണിരത്നത്തെ ആശംസാ പ്രസംഗത്തിനായി.